കഴിഞ്ഞ തവണ ഇതേപോലെ വിപുലമായ ബാലഗോകുല സമ്മേളനത്തിൽ സംബന്ധിച്ച സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിലെ ഒരാഗ്രഹം നിങ്ങളുടെ മുമ്പാകെ പ്രകടിപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ധർമ്മം, മൂല്യം, ജീവിതനിഷ്ഠ ഇതെല്ലാം മാതൃകയാക്കിക്കൊണ്ട് വളർന്നു വരുന്ന ബാലഗോകുലം കേരളത്തിൽ മാത്രമല്ല സമ്പൂർണ്ണ ദേശത്തും നമ്മുടെ ഈ നാട്ടിലെമ്പാടും അത് വളരേണ്ടതുണ്ട്. ഇന്നതേറെ ആവശ്യമാണ്. അത് വളർത്തുവാനുള്ള പ്രവർത്തനം ബാലഗോകുലം ഏറ്റെടുക്കണം. ഭാരതീയത തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദേശമെമ്പാടും ബാലഗോകുലം പോലെയുള്ള ഈ വിശിഷ്ട സംസ്കാരം, ശ്രീകൃഷ്ണനെ പോലെ പരാക്രമവും ശ്രീകൃഷ്ണനെ പോലെ ബുദ്ധിവൈഭവവും ശ്രീകൃഷ്ണനെ പോലെ ചാരിത്രവാന്മാരുമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം നാട്ടിലെമ്പാടും പ്രചരിപ്പിക്കണം എന്ന എൻ്റെ ആഗ്രഹം ഞാൻ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. അതിന്ന് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതുമാത്രമല്ല, അമേരിക്കയിൽ ബാലഗോകുലത്തിൻ്റെ 141 യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോൺ ബനേഗ രാമായണ എക്സ്പെർട്ട്, ആരായിത്തീരും രാമായണ വിദഗ്ധൻ തുടങ്ങിയ പരിപാടികൾ നടത്തുന്നു. 10,000-ൽ പരം കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ബാലഗോകുലം എന്ന പേരിൽ ബാലഗോകുല അംഗങ്ങൾ എഡിറ്റ് ചെയ്ത് പുറപ്പെടുവിക്കുന്ന മാഗസീൻ ഇന്നവിടെ പ്രസിദ്ധീകരിക്കുന്നു. അവിടെ പ്രതിവാര ക്ലാസ്സുകളിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇൻ്റർനെറ്റിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബാലഗോകുലമോ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത്തരുണത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അമേരിക്കയും മാറി തുടങ്ങിയിരിക്കുന്നു. ആത്മാവ് അമരമാണ്, ഏകദൈവ സങ്കല്പമല്ല ശരി, എല്ലാ ഈശ്വരന്മാരും സത്യം തന്നെയാണ്, അവിടേക്ക് പോകാനുള്ള വഴികൾ മാത്രമാണ് വ്യത്യസ്തമായി പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഭാരതീയമായ ആധ്യാത്മിക തത്വം സ്വീകരിച്ചുകൊണ്ട് അമേരിക്ക ജനത മാറിക്കൊണ്ടിരിക്കുന്നു. 24% അമേരിക്കക്കാരും ഹൈന്ദവരെ പോലെയുള്ള ആധ്യാത്മിക ജീവിതചര്യ സ്വീകരിക്കുകയാണ്. ഇത് പറഞ്ഞതിൻ്റെ പൊരുൾ, കേരളത്തിലെ ജനങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടേക്കെല്ലാം ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം വ്യാപിക്കണം. ഭാരതത്തിലെമ്പാടും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വിഘടനവാദ ചിന്തയും മറ്റും വളർന്നു വരുന്ന ഒരു അപകട സന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവിടെയാണ് വിവിധതയിൽ ഏകത എന്ന ഈ ഭാരതീയ ആധ്യാത്മിക ദർശനത്തിൻ്റെ ആധാരത്തിൽ പ്രവർത്തിക്കുന്ന ബാലഗോകുലത്തിൻ്റെ പ്രസക്തി. മൗലികവാദത്തെയും വിഘടനവാദത്തെയും നശിപ്പിക്കുവാൻ പാരസ്പരികതയുടെ ആധാരത്തിലുള്ള ധാർമ്മിക ബോധത്തിൻ്റെ ആധാരത്തിലുള്ള ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനത്തിന് സാധിക്കും. അതിന് ലോകമെമ്പാടും ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം വ്യാപിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതിന് ആദിശങ്കരനെ പോലെ നാം ലോകമെമ്പാടും ഭാരതമെമ്പാടും ഈ വിശിഷ്ടമായ ദർശനത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി പോകേണ്ടി വരും. നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യം, ആ നല്ല കാര്യം സ്വന്തമായി മാത്രം സൂക്ഷിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് സ്വാർത്ഥതയാണ്. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യം എല്ലാവർക്കുമായി വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അതിനെയാണ് നമ്മുടെ പൗരാണികന്മാരായ ആചാര്യന്മാർ യജ്ഞം എന്ന് വിളിച്ചത്. ശ്രീകൃഷ്ണൻ അതാണ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഈ സമാജത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ശ്രേഷ്ഠമായ മാർഗം കാണിച്ചു കൊടുക്കുവാൻ, നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ എല്ലായിടത്തേക്കും പ്രസരിപ്പിക്കുവാൻ നമുക്ക് തയ്യാറാവാം. ശ്രീകൃഷ്ണനെ പോലെ എല്ലായിടത്തേക്കും നമുക്ക് സഞ്ചരിക്കാം. അധർമ്മിയായ ഒരു കംസനെയും ഈ ഭാരതഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എല്ലായിടത്തേക്കും ഈ ശ്രേഷ്ഠമായ ആദർശത്തെ പരത്താം. നമ്മളിവിടുന്ന് ഗീതം പഠിച്ചു, നമ്മളിവിടുന്ന് ഗീത പഠിച്ചു, നമ്മളിവിടുന്ന് ധർമ്മം എന്തെന്ന് പഠിച്ചു. ചർച്ച ചെയ്യാനും പ്രസംഗിക്കാനും പാട്ടുപാടാനും എങ്ങനെ പെരുമാറണമെന്നും വീട്ടിലെങ്ങനെ പെരുമാറണമെന്നും എല്ലാം നമ്മൾ പഠിച്ചു. ഈ പഠിച്ച നല്ല കാര്യങ്ങളെ എല്ലാവർക്കുമായി പ്രചരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.